നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ദിനം തോറും ഞങ്ങളെ കരുതുന്ന സ്വർഗീയ പിതാവേ, ഈ രാത്രി അങ്ങയുടെ മഹാസ്നേഹത്തിൻ്റെ തണലിൽ ബലഹീനരായ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അടിയന്റെ കുറവുകളോട് അവിടുന്ന് പകരം ചോദിച്ചിട്ട് ഈ വിശുദ്ധ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് അവിടുത്തെ പരിശുദ്ധാത്മകൃപയെ നിരോധിക്കരുതേ. ഇന്നലെ പ്രസംഗിച്ച പരിചയത്തിൽ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ എനിക്ക് ഇടയാകരുതേ. മറിച്ച് നവമായ ഒരു പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറയ്ക്കണമേ. ദൈവമേ, നിന്റെ ജനത്തോട്, ഇടവകയോട്, ദേശത്തോട് കരുണ തോന്നണമേ. പരിശുദ്ധ മോർ അന്ത്രയോസ് ബാവായുടെ മധ്യസ്ഥതയിൽ ഞങ്ങളെ ആക്കി വയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധ റൂഹായുടെയും കൃപയാൽ തന്നെ. ആമീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, വളരെ ഞാൻ താല്പര്യത്തോട് നോക്കിക്കാണുന്ന പ്രിയ സഹോദരതുല്യം ഞാൻ കാണുന്ന മെത്രാസനത്തിലെ ഏറ്റവും യുവവൈദികരിൽ ശ്രദ്ധേയനായ ഈ ഇടവകയുടെ വികാരി, ബഹുമാനപ്പെട്ട ക്രിസ്റ്റി അച്ഛൻ, ഈ ഇടവകയിൽ ഇന്ന് രാത്രി തിരുവചനത്തെ ശ്രവിക്കുകയും ഈ ഓൺലൈൻ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനം. യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹത്തിന്റെ പ്രണാമം. പണ്ട് വലിയൊരു ചിന്തകൻ വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. കുട്ടികൾക്കൊക്കെ അറിയാവുന്നതാണ്. വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ പട്ടിണി കിടന്ന് മരിച്ച ശരീരത്തെക്കാൾ ഭീകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടം കയറാത്ത ആത്മാവാണ്. ലോകത്തിലെ ദുരന്തങ്ങളിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ് പട്ടിണി കിടന്ന് മരിക്കുക. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പട്ടിണി കിടന്ന് മരിച്ച ശരീരത്തെക്കാൾ ഭീകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടം കയറാത്ത ആത്മാവാണ്. ഒരു പെരുന്നാളിന്റെ ഉദ്ദേശം എന്താ? ആത്മാവിന് വെട്ടമുണ്ടാകണം, അല്ലേ? ഞാൻ നോക്കിയപ്പോൾ വളരെ മനോഹരമാണ് ഈ ദേവാലയം. മുൻപും ഇവിടെ വന്നിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. വർണ്ണപ്രഭയിൽ, ദീപാലങ്കാരത്തിൽ ഈ കവലയും ഈ സ്ഥലവും നിറഞ്ഞു നിൽക്കുന്നു. ഒത്തിരി വെട്ടം, കണ്ണിന് നല്ല സുഖമുണ്ട്. എന്നാൽ നമുക്കറിയാം, എനിക്കറിയില്ല, റാസയുണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ നമ്മുടെ പെരുന്നാളിന്റെ പക്കമേളങ്ങളൊക്കെ കേൾക്കും. ഈ വർഷവും പലയിടത്തും സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ടില്ലെന്ന് തോന്നുന്നു. അത് നടക്കുമ്പോൾ കാതിന് സുഖമാണ്. ശിങ്കാരി മേളങ്ങളും വലിയ ബഹളങ്ങളും. പിന്നെ പെരുന്നാളിന്റെ വിശുദ്ധ കുർബാന സമയത്ത് നേർച്ച, ഏറ്റവും അവസാനം നല്ല ഭക്ഷണം. നോമ്പായതുകൊണ്ട് അത്രയും പറ്റുന്നില്ല. അതുമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയും, കഴിഞ്ഞ വർഷത്തേക്കാൾ മസാല പിടിച്ചിട്ടുണ്ട്, കൊള്ളാം, കമ്മിറ്റിക്കാരൊക്കെ ഉഗ്രൻ. നാവിന് സുഖം. പെരുന്നാൾ കഴിയുമ്പോ കണ്ണിന് സുഖം, കാതിന് സുഖം, നാക്കിന് സുഖം. ശരിക്കും ഒന്ന് ചിന്തിച്ചേ സുഹൃത്തെ, ഈ തൊലിപ്പുറത്തെ കുറെ സുഖങ്ങൾ മാത്രമായിട്ട് ഇത് തീരുവോ? ഈ കൊടി ഇറക്കി മടങ്ങുമ്പോൾ ഈ തൊലിപ്പുറത്തെ ഇന്ദ്രിയങ്ങളുടെ പക്കമേളങ്ങൾ, സുഖാനുഭവങ്ങളുടെ പക്കമേളങ്ങൾ മാത്രമായി തീരുമോ? ആത്മാവിന് എന്ത് വെട്ടം കിട്ടി എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ദൈവവചനവും ആരാധനയും ഒക്കെ നമ്മെ സഹായിക്കുക. പക്ഷെ പലപ്പോഴും പെരുന്നാളുകളിൽ ഈ ഇന്ദ്രിയങ്ങളിൽ സുഖാനുഭവങ്ങളുടെ കണക്കിലാണ് നാം പെരുന്നാളിന്റെ വിജയം നിർണയിക്കുക. അതിന്റെ തോത് നാം അളക്കുന്നത് അങ്ങനെയാണ്.
ഈ രാത്രി നമുക്ക് ആത്മാവിന് വെട്ടം കിട്ടണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു ചെറിയ വാക്യമാണ് നമ്മുടെ ഈ രാത്രിയുടെ ചിന്ത കേട്ടോ. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവര് തുറക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 3-4 വാക്യങ്ങളാണ്. അതിൽ തന്നെ 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. സഹോദരങ്ങളെ, ഞാൻ ഈ വാക്യം ഒന്നുകൂടെ എത്ര മാത്രമേ ഇപ്പൊ എടുക്കുന്നുള്ളൂ. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. കേട്ടിട്ടുണ്ടാവും ഈ വാക്യം, എന്തെങ്കിലുമൊക്കെ മിണ്ടണം കേട്ടോ. ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. എവിടെയാണ് നടന്നതെന്നറിയാമോ? യേശു കർത്താവ്, ഇനി വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കല്ലേ, ഇങ്ങോട്ട് നോക്കിയാൽ മതി. അതിങ്ങനെ തുറന്നിങ്ങനെ മടിയിലോട്ട് വെച്ചാൽ മതി. ദാറ്റ്സ് ദ ബ്ലെസ്സിങ്, അത് അനുഗ്രഹം. യേശുദമ്പുരാന്റെ പുനരുത്ഥാനത്തിന് ശേഷം കർത്താവിനെ പതിവായി കാണാതെ കിട്ടുന്നില്ല, പഴയതുപോലൊന്നും വരുന്നില്ല. ഇപ്പോൾ ശീമോൻ പത്രോസ് ഒരു മുറിയുടെ മൂലയ്ക്ക്, അടച്ചിട്ടിരിക്കുന്ന മുറിയുടെ മൂലയ്ക്ക് ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുമ്പോ വല്ലാതെ ബോറടിക്കുന്നു. പുള്ളി ആ മുറിയുടെ മൂലയ്ക്ക് നോക്കിയപ്പോ പഴയ വല അവിടെ ഇരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. നിങ്ങളത് കാണണം കേട്ടോ. അപ്പൊ ആ മുറിയിൽ വേറെ 6 പേരും കൂടെ ഉണ്ട്. തോമസ്, യാക്കോബ്, യോഹന്നാനൊക്കെ ഉണ്ട്, നഥനയേല്. അപ്പൊ ആ 6 പേരും പറഞ്ഞു, ഞങ്ങളും വരുന്നു, വെറുതെ ഇവിടെ ഇരിക്കുന്നതിന്. അങ്ങനെ 7 പേരും കൂടെ ആ വലയും ചുമന്ന് മണിരാത്രി 7:30-8 പഴയ വള്ളത്തിൽ കയറി ഈ വലയുമായി ആഴക്കടലിലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ നോക്കണം. ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അവരെന്ത് ചെയ്തു? മീൻ പിടിച്ചില്ല, കിട്ടിയില്ല. വല വീശിയിട്ട് രാവിലെ തിരിച്ചു വരുന്ന ഒരു ചിത്രമുണ്ട്, ഒരു നെത്തോലി പോലും ഇല്ലാതെ. അവിടെയാണ് ഈ വാക്യം എഴുതി വച്ചിരിക്കുന്നത്. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ഇന്ന് രാത്രിയുടെ വചനം അതാണ്. വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി, വെറുതെ തോണിയുമായി അവരലയുമ്പോ, ചെറുമീൻ പോലുമില്ലാതെ അവരുഴറുമ്പോൾ. വലകൾ ഇങ്ങനെ മാറി മാറി വീശിയിട്ടും ഒരു പരൽമീൻ പോലും കിട്ടിയില്ല. നിങ്ങൾ കണ്ടോ 7 പേരെ ഇന്ന് ആ പ്രഭാതത്തിൽ ശൂന്യമായ വലയുമായി തീരത്തേക്ക് വരുന്നു? മനസ്സിന്റെ ശൂന്യത, ആത്മാവിലെ ശൂന്യത, പടകിലെ ശൂന്യത, വലയിലും മുഖത്തും ശൂന്യത. സാധാരണ 7 പേര് ഒരു പൂർണ്ണത ഉണ്ടാകേണ്ടതാണ്, കിട്ടിയില്ല. വിഫലമായ രാത്രിക്ക് മീതെ വിഷാദത്തിന്റെ കറുപ്പ് പടർന്ന 7 മുഖങ്ങൾ. വിഫലമായ രാത്രിക്ക് മീതെ വിഷാദത്തിന്റെ കറുപ്പ് പടർന്ന 7 മുഖങ്ങൾ. രവീന്ദ്രനാഥ ടാഗോർ പണ്ട് പാടി, നോക്കത്താ ദൂരത്തോളം ഓളങ്ങൾ ഇരമ്പുന്നു, കഴിവിലതിന് കര കാണുവാൻ. നോക്കത്താ ദൂരത്തോളം ഓളങ്ങൾ ഇരമ്പുന്നു, കഴിവിലതിൻ കര കാണുവാൻ. അതുപോലെയാണ് ഈ രാത്രി. നിശബ്ദമായ രാത്രി, തിരമാലകളുടെ ഹുങ്കാര ശബ്ദം മാത്രം. കടലിൽ ഈ വള്ളം ഇങ്ങനെ ചാഞ്ചാടുന്നുണ്ട്. അവരുടെ മനസ്സും അതുപോലെ തന്നെയാണ്. പതിവിലും ശക്തിയുണ്ട് ഈ രാത്രി തിബരിയാസിലെ തിരമാലകൾക്ക്. മനസ്സിൽ ഇങ്ങനെ പതഞ്ഞു കയറുന്ന നിരാശയുടെ തിരമാലകൾ. നമുക്കറിയാലോ, ഈ പകലിന്റെ അലച്ചിലുകളേക്കാൾ പരിതാപകരമാണ് രാത്രിയുടെ അലച്ചിലുകൾ. പകല് നമ്മൾ എന്തിനെങ്കിലും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ അത്രയും പ്രയാസമില്ല. രാത്രി ഉറക്കമുളച്ച് നമ്മൾ എന്തെങ്കിലും അധ്വാനിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും അതിന്റെ ദുഃഖവും ക്ഷോഭവും സങ്കടവും ഒക്കെ കൂടുതലാണ്. വിഷയത്തിലേക്ക് വരാം. ഇപ്പോഴും നമ്മൾ ആ പടകിൽ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ.
ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ഞാൻ ഇന്ന് രാത്രി ഈ കല്ലടയുടെ മണ്ണിൽ രണ്ട് ചെറിയ വാക്കുകളാണ് പറയുന്നത്. എന്തുകൊണ്ട്, രണ്ട് എന്നിട്ടും. ഈ ചെറിയ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് രണ്ട് ചോദ്യം ചോദിക്കുക. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല, എന്തുകൊണ്ട്? അതാണ് ആദ്യത്തെ ചോദ്യം. അതിനെനിക്ക് രണ്ട് ഉത്തരം പുസ്തകം തരുന്നുണ്ട്. അത് നിങ്ങളോട് പറയണം. എന്റെ വിഷയത്തിന്റെ രണ്ടാം പകുതി എന്നിട്ടും അതിനുമുണ്ട് രണ്ട് ഉത്തരം. രണ്ട് കൊച്ചു ചോദ്യം. ആ രാത്രിയിൽ ഒന്നും കിട്ടിയില്ല, എന്തുകൊണ്ട്? നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ട്? മുക്കുവപ്പണിയിൽ ഡോക്ടറേറ്റ് ഉള്ളയാളാണ് ശീമോൻ പത്രോസ്. അയലയും നെത്തോലിയും നെയ്മീനും എവിടെയുണ്ട് എന്ന് കൃത്യമായി അറിയാം. ആ മഹാമിടുക്കനായ, സ്മാർട്ടായ, പ്രൊഫഷണലായ മനുഷ്യനാണ് ഈ രാത്രിയിൽ ഒന്നും കിട്ടാതെ പോയത്. അതാണ് ഈ വേദപുസ്തകം തുറക്കുമ്പോ എന്റെ അതിശയം. എന്തുകൊണ്ട് ഒന്നും കിട്ടിയില്ല? എന്തുകൊണ്ട്? വൈ? സഹോദരങ്ങളെ, രണ്ടുത്തരമുണ്ട് കേട്ടോ. ഇത്ര മിടുക്കരായിട്ടും, ഇത്രമാത്രം സ്മാർട്ടായിട്ടും, ഇത്ര കഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് ഒന്നും കിട്ടിയില്ല? ഒന്നാമത്തെ ഉത്തരം, കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ. വല ശൂന്യം. ഇവിടെ ശൂന്യമായൊരു വലയാണ് നമ്മുടെ ഈ രാത്രി നമ്മൾ കാണുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ, വല ശൂന്യം, ഫലം ശൂന്യം. Deeds that forget the obligations are fruitless. നിങ്ങൾക്കറിയില്ലേ, ഈ 6-7 എണ്ണം ഒരഡ്രസ്സും ഐഡന്റിറ്റിയും ഇല്ലാത്തവരായിരുന്നു 2-3 വർഷം മുമ്പ് വരെ. നാറുന്ന വലയും വെള്ളവുമായി നടന്ന, ആരും കണക്കിലെടുക്കാത്ത വിളുമ്പിൽ, കരയുടെ വിളുമ്പിൽ താമസിച്ചിരുന്ന കുറെ പേർ. റോമൻ ഗവൺമെന്റിന്റെ സെൻസസ് എടുത്താൽ അതിൽ സ്റ്റാറ്റസ് ഉള്ളത് ഈ 12 എണ്ണത്തിൽ ഒരുത്തന് മാത്രമാണ്, മത്തായി. ബാക്കി 11 എണ്ണവും ജാതിയിൽ മോശപ്പെട്ടതാണ്. ഈ 11 എണ്ണമാണ് ഒരു അഡ്രസ് പോലും ഇല്ലാത്തവരെ സർവശക്തൻ കഴിഞ്ഞ 3.5 വർഷം കൂട്ടി അപ്പോസ്തോലന്മാരെന്ന പദവി കൊടുത്തു. ഒരു അഡ്രസ് ഉണ്ടാക്കി ജീവിതത്തെ ഉയർത്തിയെടുത്തു. എന്നാൽ ഇന്ന് രാത്രി പഴയ കടൽപ്പുറത്തേക്ക് അവർ പോയി. ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് അവർ തിരിച്ചു പോയപ്പോ ചില ഓർമ്മകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. തങ്ങളെ ആക്കി വെച്ച ഓർമ്മകൾ. നമുക്കറിയാം, ഇതുപോലെ ഓർമ്മകളില്ലാത്തൊരു കാലം ഉണ്ടോ? നമുക്ക് ഒത്തിരി ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഡിമെൻഷ്യ എന്ന് പറയുന്നൊരു രോഗമുണ്ട്. ആ രോഗം എന്ന് പറയുക, നമ്മുടെ തലച്ചോറിൽ ഓർമ്മയുടെ കോശങ്ങൾ ശിഥിലീകരിച്ചു പോകുന്നതാണ്. ഇന്ന് ലോകത്ത് 4.5 കോടി ഡിമെൻഷ്യ പേഷ്യൻസ് ഉണ്ട്. പ്രായമാകുമ്പോ പലരുടെ ഓർമ്മ, ചില അമ്മച്ചിമാരൊക്കെ പറയുന്നുണ്ട്, പഴയതുപോലൊന്നും ഇപ്പൊ ഓർമ്മയൊന്നും ഇല്ലടി. അത് ഡിമെൻഷ്യ. അംനീഷ്യ എന്ന് പറയുന്ന മറ്റൊരു രോഗമുണ്ട്. ലോങ് ടൈം മെമ്മറി പോകുന്നതാ, കുറച്ചു നാളത്തെ ഓർമ്മ നഷ്ടപ്പെടുന്നതാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളത്തെ ഓർമ്മ കാണില്ല, അതിനപ്പുറത്തുള്ള ഓർമ്മ ഉണ്ടാവും. ഞാൻ ആദ്യം വെച്ചിരുന്ന മോഡല് വെക്കാതെ കൂട്ടല്ലേ, ക്ലാരിറ്റി. കുറെ നാളത്തെ ഓർമ്മ കാണും, കുറെ നാളത്തെ ഓർമ്മ കാണില്ല എന്ന് പറഞ്ഞതുപോലെ ഇതൊരു മറവിയുടെ രോഗമാണ്. നമുക്കും ഇന്ന് ജീവിതത്തിൽ ഒത്തിരി ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി. പലതും നമ്മൾ ഓർക്കുന്നില്ല. കടപ്പാട് എന്ന് പറയുന്ന വാക്കുപോലും നമുക്കിന്ന് ഇല്ല. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് കല്ലടക്കാരോട് ചോദിക്കട്ടെ, പണ്ട് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടി, അതിന്റെ നമ്പര്, രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കാണാതറിയാം അല്ലേ?
ഇപ്പൊ ആൾക്ക് ഓരോ വണ്ടി നമ്മുടെ പോർച്ചിലുണ്ട്. നമ്പർ കാണാതെ അറിയാം? ഇല്ല. നമുക്ക് ഈ കൊഴുപ്പ് കൂടും തോറും ഓർമ്മ കുറയും. അതുപോലെ പണ്ട് ഈ ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് എത്ര പേരുടെ നമ്പർ കാണാതെ അറിയാമായിരുന്നു, ഫോൺ നമ്പർ. ഇന്ന് സ്വന്തം കെട്ടിയോരുടെ മൊബൈൽ നമ്പർ കാണാതെ അറിയാം? ഇല്ല. കാരണം എന്താ? ഓർമ്മകളൊക്കെ വിരൽത്തുമ്പിലേക്ക് വന്നു. അമ്മച്ചിമാരുടെ മൊബൈലിൽ പോലും മെമ്മറി കാർഡ് ഉണ്ട്. നമ്മുടെ പിള്ളേരുടെ 2 പോക്കറ്റിൽ ഹാർഡ് ഡിസ്കുകൾ. എല്ലാം ഇതിനകത്താ. 800 പേരുടെ നമ്പറുണ്ട്. പക്ഷെ അത്യാവശ്യത്തിന് ഇത് ഓഫ് ആയാൽ നമുക്ക് പറ്റില്ല. ഓർമ്മകളൊക്കെ ഉപകരണങ്ങളിലായി പോയി എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ കൊഴുപ്പും സമൃദ്ധിയും കൂടുമ്പം ഓർമ്മ കുറയും. ഈ ശിഷ്യന്മാർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അവര് ഇന്നലകളെ മറന്നുപോയി എന്നുള്ള. നമ്മൾ പലരോടും പറയാറുണ്ട്, എനിക്ക് ആരോടും കടമില്ല, ആരോടും കടപ്പാടുമില്ല. ചോദിക്കട്ടെ, അങ്ങനെ പറയുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ഏത് കടം വീട്ടിയിട്ടാ സഹോദര പോകാൻ പോന്നെ? അപ്പന്റെ വിയർപ്പോ? അമ്മയുടെ കണ്ണുനീരോ? സഹോദരിയുടെ ശ്രദ്ധയോ? വല്യാങ്കളയുടെ കരുതലോ? ഏത് കടം വീട്ടിയിട്ടാ പോകുന്നത്? ഒരു കടവും നമ്മൾ വീട്ടത്തില്ല. ഗുരുക്കന്മാർ നൽകിയ വെളിച്ചമോ? ഒരു കടവും നമ്മൾ വീട്ടാതെ പോകും. ഓർക്കണം, ഇതുപോലെ ഇന്നലകളെ മറക്കുന്നൊരു കാലം ഉണ്ടായിട്ടില്ല. ഇന്ന് പെട്ടെന്ന് ഓർമ്മ പോകുന്നത്. കേരളത്തിൽ ഇന്ന് 67% ഡിവോഴ്സിന്റെ കാരണം സ്മാർട്ട് ഫോൺ. കയ്യിലിരിപ്പുണ്ടല്ലോ. കേരളത്തിൽ 67% ഡിവോഴ്സിന്റെ കാരണം സ്മാർട്ട് ഫോണാണ്. എന്താ ഈ സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത? അതിനകത്ത് ലോക്ക് ഇല്ലാത്ത ഒരു ഫോൺ നിങ്ങളുടെ വീട്ടിലുണ്ടോ? എത്രയോ വീടുകളിൽ ഈ ലോക്കിനകത്ത് എത്രയെത്ര രഹസ്യങ്ങളുടെ ജീർണതകളാണ് കെട്ടിക്കിടക്കുന്നത്. പാതിരാവിലും കെട്ടുപോകാത്തൊരു നീല വെളിച്ചം നമ്മുടെ ചെറുപ്പക്കാരുടെ ശിരസിന്റെ മീതെ, ചെവിക്ക് മീതെ ഉണ്ട്. ഇല്ലേ? ഇന്ന് ഈ 15-20 വയസ്സുള്ള പിള്ളേരുടെ പ്രേമമല്ലൊരു വിഷയം, മറിച്ച് 40 കഴിഞ്ഞവരുടെ പ്രേമമാണ് കേരളത്തിന്റെ പ്രതിസന്ധി. ഞാനിത് വെറുതെ പറയുന്നതല്ല. 40 കഴിഞ്ഞവരുടെ പ്രണയം. കുടുംബജീവിതത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് പുതിയ പുതിയ ഇഷ്ടങ്ങൾ. ഇന്നലകളെയൊക്കെ വളരെ പെട്ടെന്ന് മറന്നുപോവുക. ഈ പടകിൽ ഈ രാത്രി ഒന്നും പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ വല ശൂന്യമായെന്ന് ചോദിച്ച ഒന്നാമത്തെ ഉത്തരം, കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലശൂന്യം. പുരാതന ഈജിപ്തുകാർക്കും റോമാക്കാർക്കും ഒരു ചിന്തയുണ്ടായിരുന്നു. ഈ വിവാഹത്തിന്റെ മോതിര വിരലിൽ നിന്ന് ഹൃദയത്തോളം എത്തുന്ന ഒരു നാഡിയുണ്ട്. ഇതിനെ അവർ വിളിക്കുന്നത് വെനെ ഇമോറിസ് എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം വെനെ ഇമോറിസ് എന്ന് പറഞ്ഞാൽ ഈ മോതിരം ഹൃദയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, മറുപാതിയെ മറന്ന് മറുകണ്ഠം ചാടരുതേ, ജീവിതത്തിന്റെ ഇന്നലകളെ മറന്നു പോകരുതേ. കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലശൂന്യം. എന്തുകൊണ്ട് ഈ ഫലശൂന്യമായി? നമ്മുടെയൊക്കെ ജീവിതം എന്താ പ്രിയപ്പെട്ടവരെ? എങ്ങനെ വേണമെങ്കിലും വളരാമായിരുന്ന നമ്മളെ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരം പോലെയായിരുന്നു. ഇങ്ങനെയൊക്കെ കരുതി ദൈവം ഇങ്ങനെ കൊണ്ടുപോകുന്നു. പക്ഷെ നമ്മളിതൊന്നും ഓർക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വയ്ക്കാൻ ഞാനൊരു വാക്യം പറയാം. വിശുദ്ധ ലൂക്കോസ് 17:17. 10 കുഷ്ഠരോഗികൾ യേശു കർത്താവിന്റെ അടുത്തുനിന്ന് സൗഖ്യം പ്രാപിച്ചു പോയി. അതിൽ ഒരാൾ മാത്രമാണ് നന്ദി പറയാൻ മടങ്ങി വന്നത്. അയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേർ ഈസ് ദ റിമൈനിങ് 9? എവിടെയാ ബാക്കി 9 പേർ? ഞാൻ പറയട്ടെ, ആ നന്ദി പറയാൻ വന്ന ഒരാളുടെ ജാതി ഏതാണെന്നറിയാം? വിജാതിയ. ബാക്കി 9 എണ്ണം ഏതാണെന്നറിയാം? സ്വജാതി. അല്ലെങ്കിലും പണ്ടേ നന്ദിയില്ലാത്ത കൂട്ടം, സ്വജാതിയ. ലൂക്കോസ് 17:17 അടിവരെ ഇടുവോ? എവിടെ ആ 9 പേർ?
നന്ദിയില്ലാത്തൊരു കൂട്ടമായി നമുക്ക് ചേരുന്ന ഒരു പര്യായമുണ്ട് വേദപുസ്തകത്തിൽ. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പറത്തുവിട്ടൊരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ പേരെന്താ? മലങ്കാക്ക. ഈ കാക്കയുടെ ചെവിയിൽ നോഹ പറഞ്ഞത് എന്തെന്നറിയാം? എന്റെ പ്രിയപ്പെട്ട പക്ഷി, പോയി വരിക, വെള്ളം താഴുന്നോ എന്ന് നോക്കി വരിക. ഈ കാക്ക പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെയാണ് പറഞ്ഞത്. ദേ പോയി, ഇപ്പൊ വരാന്ന് പറഞ്ഞാ പോയെ. പക്ഷെ താഴെ പോയപ്പോ ഈ എച്ചിൽ കൂമ്പാരങ്ങൾ കണ്ട കാക്ക പിന്നെ തിരിച്ചു വന്നില്ല. പുതിയ വിരുന്ന് കണ്ടപ്പോ പഴയ കരുതൽ മറന്നുപോയി എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഈ രാത്രി ഈ പള്ളിക്കകത്ത് ഇരിക്കുന്നവർക്ക് എനിക്കും ഒക്കെ ആ പേര് ചേരും. ഏത്? മലങ്കാക്ക. പുതിയത് പലതും കാണുമ്പോ പഴയത് മറന്നുപോവുക. എന്തുകൊണ്ട് ഈ വലശൂന്യമായി ഇത്ര മിടുക്കന്മാരായിട്ടും ഈ വല എന്തുകൊണ്ട് ശൂന്യമായി എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം, ഒന്നാമത്തെ ഉത്തരം ഇതാ: കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലശൂന്യം. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ യാക്കോബ് ഒരു ഗുരുത്വമില്ലാത്ത മനുഷ്യനാണ്. അപ്പന് പണി കൊടുത്ത്, ചേട്ടന് പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പാലും വെള്ളത്തിൽ പണി കൊടുത്ത് കളിപ്പീരിന്റെ ഉസ്താദായിരുന്നു ആര്? യാക്കോബ്. പായസത്തിനകത്തും ഇറച്ചിക്കകത്തും ഒക്കെ പണി കൊടുത്ത ആളാണ് വീട്ടുകാർക്ക്. അറിയാലോ, 77 വയസ്സ് വരെ ഗുരുത്വമില്ലാത്തൊരു മനുഷ്യനായിരുന്നു യാക്കോബ്. എന്നാൽ 77ാമത്തെ വയസ്സിൽ ഗതികെട്ട അമ്മാച്ചന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചിത്രമുണ്ട്. പോയിട്ട് തിരിച്ചു വരുമ്പോ 98ാമത്തെ വയസ്സിലാണ് തിരിച്ചു വരുന്നത്. അങ്ങോട്ട് പോയത് ഒറ്റയ്ക്കാ. തിരിച്ചു വരുമ്പോ 2 ഭാര്യമാരും 13 പിള്ളേരും ഒക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോ ഈ യോർദാൻ കടന്നു വരുമ്പോ ഈ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത് അങ്ങോട്ട് പോയപ്പോ. പഴയതിനെ ഓർക്കുന്നത് ഇപ്പോഴാ. 77 വയസ്സ് വരെ ഗുരുത്വമില്ലാത്തൊരു മനുഷ്യനായിരുന്നു യാക്കോബെങ്കിൽ 98ാമത്തെ വയസ്സിൽ 21 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യാക്കോബ് പുതിയൊരു മനുഷ്യനായി മാറുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു നിമിഷം നിങ്ങളോട് സഹോദരങ്ങളെ ഓർക്കുക, ഈ വല എന്തുകൊണ്ട് ശൂന്യമായെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. അവർ ഇന്നലകളെ മറന്നുപോയി. ഇന്നലകളെ മറന്നുപോകുന്ന ഒരു സമൂഹം ഇതുപോലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ഉത്തരം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരം ഞാൻ ഇങ്ങനെ പറയുക: ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ വല ശൂന്യം. എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് തോന്നുമ്പോ എഴുന്നേക്കുന്നു, തോന്നുമ്പോ കടലിൽ പോകുന്നു, തോന്നുമ്പോ വലയെറിയുന്നു, തോന്നുമ്പോ വരുന്നു. പലപ്പോഴും ഇങ്ങനെ തോന്നുന്നത് പോലെ ജീവിച്ചുകൊണ്ടിരുന്നവരാ ഈ 6-7 പേർ. പക്ഷെ തമ്പുരാൻ അവരെ ഒരു റൂട്ടിലാക്കി പ്രാകൃതമായ ജീവിതാവസ്ഥയിൽ നിന്ന് ക്രമീകൃതമായ ജീവിതാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നു. എന്നാൽ ഓർക്കണം, ഈ ദിവസം അവർ ഈ വലയുമായിട്ട് പോയപ്പോ ആ പഴയ വല എടുത്തു എന്നുള്ളതാണ്. ആ പഴയ വല ഉപേക്ഷിച്ചിരുന്നു, ആ വല വീണ്ടും എടുത്തു. പ്രാകൃതമായ വല അവർ വീണ്ടും തിരിച്ചെടുത്തു. ഞാൻ നിങ്ങളോട് ഒരു മനുഷ്യനെ കുറിച്ച് പറയാം. പഴയ നിയമത്തിൽ 12 ജോഡി കാളയെ ഒരേ സമയം പൂട്ടുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 12ാമത്തെ ജോഡിയോടുകൂടെ പുള്ളി തന്നെ കയറി നിൽക്കുമായിരുന്നു. ആരാന്ന് പറയാം? ആരോ ഒരാൾ പറഞ്ഞു, വളരെ സന്തോഷം. ആരാണ്? ഏലീശ, ഏലിയാവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. ഈ ഏലീശ ഏലിയാവിന്റെ
പിറകെ ഓടിയപ്പോ ഈ കാള താനാര് ഇന്നു വരെ പൂട്ടിക്കൊണ്ടിരുന്ന കാളയെ അറുത്ത യാഗം കഴിച്ചിട്ടാണ് ഏലിയാവിന്റെ പിറകെ പോയത്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ. എനിക്ക് പറയാനുള്ളത് അതല്ല. ഈ കാളയെ അറുത്തിട്ട് യാഗം കഴിച്ചപ്പോ യാഗം കഴിക്കാൻ ഏലീശ ഉപയോഗിച്ച വിറക് ഏതെന്നറിയാം? ആരെങ്കിലും ഒരാൾ പറയാം? ഒരു വിറകുമല്ല, ഈ കലപ്പയും നുകവുമാണ്. ഞാൻ വിചാരിക്കുകയാണ്, ദൈവം ഏലീശായ്ക്ക് വേറെ വിറക് കിട്ടിയില്ലേ? ഞാൻ വിചാരിക്കുന്ന ഒറ്റ കാര്യം എന്നറിയാം, ഈ കലപ്പ വെട്ടിക്കീറിയത് എന്തിനാണെന്നറിയാം? ഈ കലപ്പ ഇവിടെ ഇനി ഇരുന്നാൽ ഞാൻ ഇനിയും വന്ന നാളെ ആ കലപ്പ എടുക്കും. അതുകൊണ്ട് ആ കലപ്പ വെട്ടിക്കീറിയാണ് ഏലീശ എന്ത് ചെയ്തത്? യാഗം അർപ്പിച്ചത്. ഞാൻ പറയും, പത്രോസിന്റെ മുറിയുടെ മൂലയ്ക്ക് ആ വല ഇരുന്നത് കൊണ്ടാണ് ആ വല എടുത്തിട്ട്. പണ്ട് കർത്താവ് പറഞ്ഞത് ആ വല വിട്ടേച്ചു വരാനാ, പക്ഷെ എവിടെയോ ആ വല വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രശ്നം ഇതാ, പഴയ ചില സാധനങ്ങൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ ശമരിയാക്കാരി സ്ത്രീ ഒരു കുടവുമായിട്ടാണ് വെള്ളം കോരാൻ വന്നത്. വെള്ളം കോരാൻ വന്ന് വെള്ളം കോരുന്നതിന് മുമ്പേ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ അവള് സുവിശേഷം പറയാൻ അവള് തിരിച്ചുപോയി, അല്ലേ? തിരിച്ചു പോയപ്പോ എന്താ സംഭവിച്ചെന്നറിയാം? അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവൾ ആ കുടം അവിടെ വെച്ചിട്ട് പോയി. നമ്മുടെ കുടം ഇപ്പോഴും ഇവിടെ ഇരിക്കുക. നോമ്പ് തുടങ്ങിയിട്ട് 3-ാം ദിവസം ആകാൻ പോകുന്നു. അവള് വെച്ച കുടം ഏതാ? ചില മോഹങ്ങളുടെ കുടമാണ്, ചില കാമനകളുടെ കുടമാണ്, ചില വൃത്തികെട്ട ജീവിതത്തിന്റെ കുടമാണ്. ഈ കുടം നമുക്കിപ്പോഴും ഏലീശ കലപ്പ വെട്ടിക്കേറി. കാരണം എന്റെ ക്രമീകൃതമായ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇനി തിരിച്ച് വരാൻ പാടില്ല. പഴയതിനെ കരിച്ചു കളഞ്ഞു. നോമ്പ് ഇന്നലെ തുടങ്ങി, അല്ലേ? കുഞ്ഞുമക്കളൊക്കെ ഇരിക്കുന്നു. മരുഭൂമിയിലെ പിതാക്കന്മാർ എഴുതുന്ന ഒരു കാര്യമുണ്ട്, നോമ്പ് തുടങ്ങുമ്പോൾ നമ്മൾ 2 ജീവികളെ കുറിച്ച് ചിന്തിക്കണമെന്നാണ്. ഒന്നാമത്തെ ജീവി ആട്. എന്താണ്? ഇനിയിപ്പോ ഈസ്റ്ററിനെ ചിന്തിക്കാൻ നോക്കൂ, ചിന്തിച്ചാൽ പോലും ആ ആടല്ല. ഒന്നാമത്തെ ജീവി ആട് എന്ന് പറഞ്ഞാൽ നാളെയൊക്കെ മഴ പെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ കല്ലടയിലെ പ്ലാന്തുണ്ടിലെ പെരുന്നാൾ കഴിഞ്ഞേ മഴ പെയ്യും. മഴ പെയ്യുന്ന വൈകുന്നേരം നമ്മുടെ വീട്ടിലൊരു ആടുണ്ട് എന്നിരിക്കട്ടെ, കേൾക്കുന്നില്ലേ? മഴ പെയ്തു കഴിയുമ്പോൾ ഈ ആട് ഒരു സന്തോഷത്തിന് ആട് അതിന്റെ തൊഴുത്തിൽ നിന്നിറങ്ങി നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഓടിക്കളിക്കുന്നു, കേൾക്കുന്നില്ലേ? അപ്പൊ ഈ ചെളിവെള്ളത്തിൽ ഈ ആട് വീഴുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചെളിവെള്ളത്തിൽ വീണ ആട് എന്ത് ചെയ്യും? എഴുന്നേറ്റ് ഒന്ന് കൊടയും, ഒന്ന് കൊടയും. ആടിന്റെ പ്രത്യേകത ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ ചെളിയെല്ലാം പിന്നെയും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പല ചെളിയിലും വീണാലും ഈ ചെളി വെള്ളം കുടഞ്ഞിട്ട് ആട് വന്ന് തിരിച്ചു കയറും. മരുഭൂമിയിലെ പിതാക്കന്മാർ എഴുതുക, നോമ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആദ്യത്തെ ജീവി ആടാണ്. രണ്ടാമത്തെ ജീവി പന്നി എന്ന് പറയും. ഇവിടെ ആരെങ്കിലും പന്നിയെ വളർത്തുന്നുണ്ടോ? ഇല്ല. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പന്നിയെ വളർത്തുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല. ഒരു പന്നി പ്ലാന്തുണ്ടിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നിരിക്കട്ടെ. ഇതുപോലെ മഴ പെയ്ത വൈകുന്നേരം നമ്മുടെ വീട്ടിലെ പന്നിക്കുട്ടൻ ഈ വെള്ളത്തിൽ കൂടെ ഓടി നടക്കുന്നു. ചെളി വെള്ളത്തിൽ ആടിനെ പോലെ പന്നി എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ ഉരുളും. വലിയ ഇഷ്ടമാണ്. അവസാനം ഈ പന്നി തിരിച്ചു വന്ന് കയറുമ്പോഴേക്കും ശരീരം മുഴുവൻ ചേറാണ്. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലെ പിതാക്കന്മാർ എഴുതി വെക്കുക, നമ്മുടെ ജീവിതത്തിൽ നോമ്പ് തുടങ്ങുമ്പോൾ ഈ 2 ജീവികളെ ഓർക്കണം. നമ്മൾ ഇന്നലെ തുടങ്ങിയത് ആടായിട്ടാണ്. എന്നാൽ അടുത്ത ആഴ്ച നമ്മൾ പറയും ഈ വർഷത്തെ നോമ്പ് മുടങ്ങി, ഇനി അടുത്ത വർഷം പിടിക്കാം. അടുത്ത വർഷം നീ ഉണ്ടോ? അടുത്ത വർഷം ഞാൻ ഉണ്ടോ? അപ്പൊ നമ്മുടെ പ്രശ്നം 25-ന് വെച്ചേക്കുവാ. നമ്മള് ആടായി തുടങ്ങുകയും, നിങ്ങൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ബാക്കി പറയത്തില്ലെന്ന് എനിക്കറിയാം, ആടായി തുടങ്ങുകയും
യെസ്, പന്നിയായി. കൊത്തിനെ ഞായറാഴ്ച ആടായിട്ട് തുടങ്ങിയതാ. പക്ഷേ നോമ്പ് 2 ആഴ്ച അങ്ങോട്ട് കഴിയുമ്പോ ഏതായിരിക്കും ഐറ്റം? ഇപ്പൊ ഈ സ്തോത്ര കാഴ്ച ഇടാൻ കൊണ്ടുവന്ന് 500 രൂപയുടെ നോട്ട് കളഞ്ഞു പോയതുപോലെ ഇങ്ങനെ ഇരിക്കുക. ആടായിട്ട് തുടങ്ങുകയും അതെ പ്രാകൃതമായതിലേക്ക് മടങ്ങുമോ? ചില ഗ്ലാസ് കമത്തി വെക്കാൻ അല്ലെ പണ്ട് അമ്മച്ചിമാര് പേത്തൂർത്ത കഴിഞ്ഞ ചട്ടി കമത്തും. ഇപ്പൊ തല ഇരിപ്പുണ്ട്, എന്തോ ചെയ്യും? നീ തലയും വാലും എടുക്കരുത്. എന്നെ പ്രിയപ്പെട്ടവരെ, ചിലതിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കുമോ? ചില വല മൂലക്കിരുന്ന കുഴപ്പ, നോമ്പ് തുടങ്ങി കഴിക്കത്തില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുമ്പോ പഴയ 2-3 പേര് ഒന്ന് കൂട്ടിയിട്ട് പറഞ്ഞു, ഏയ് നോമ്പാണ്, പിന്നെ നീ വീണു പോകും സഹോദര, എന്റെ പൊന്നു സുഹൃത്തെ, നിന്റെ വല ഒന്നെടുത്ത് മാറ്റി വെക്കണം. ആ വല മൂലക്കിരുന്നത് കൊണ്ടാണ് പത്രോസ് അത് എടുത്തത്. കലപ്പ വെട്ടിക്കേറിയ ഏലീശായെ ഒന്ന് ധ്യാനിച്ച് എന്തുകൊണ്ട് വല ശൂന്യമായി. പണ്ട് ഇന്ന് യുക്രൈനും റഷ്യയും കൂടെ യുദ്ധം നടക്കുന്നത് പോലെ പണ്ട് റോമും ഇംഗ്ലണ്ടും കൂടെ യുദ്ധം നടക്കുന്നു. റോമിന്റെ ജൂലിയസ് സീസർ 14 കപ്പലുകളിൽ ഈ സൈന്യവുമായി ഇംഗ്ലണ്ടിലെത്തി. അവിടെ ചെന്നപ്പോഴുണ്ട് ഈ 14 കപ്പലുകളുടെ 3 ഇരട്ടി സൈന്യം ഇംഗ്ലണ്ടിനുണ്ട്. ഈ റോമിന്റെ സൈന്യം ആകെ പേടിച്ചുപോയി. ഇവരോട് എങ്ങനെ ജയിക്കുക? അവരിങ്ങനെ പേടിച്ച് യുദ്ധം ചെയ്യാനാകാതെ ഇരിക്കുമ്പോ അന്ന് രാത്രി ഈ 14 കപ്പലുകളും തീയിട്ട് നശിപ്പിച്ചു. ആരോ ആളിക്കത്തുന്ന തീ. അവര് ഭയപ്പെട്ടു, ഇനി എങ്ങനെ തിരിച്ചു പോകും? പക്ഷെ തീ അണയുന്നതിന് മുമ്പ് അവരുടെ സൈന്യാധിപൻ ജൂലിയസ് സീസറുടെ മെസ്സേജ് വന്നെന്തെന്നറിയാം. നമ്മുടെ കപ്പൽ നശിപ്പിച്ചത് തീയിട്ടത് ശത്രുക്കളല്ല, ഞാൻ തന്നെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ പേടിച്ചിരിക്കാന്ന് എനിക്കറിയാം. ഒന്നുകിൽ പേടിച്ച് കപ്പലുകളിൽ തിരിച്ച് നിങ്ങൾക്ക് പോണമെന്നുണ്ട്, ഇനി അത് പറ്റത്തില്ല. ഒന്നുകിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാം, അവരുടെ കപ്പലുകളിൽ മടങ്ങാം. അല്ലെങ്കിൽ അവരോട് തോറ്റ് ഇവിടെ കിടന്ന് മരിക്കാം. എന്തു വേണം? പുറംതിരിഞ്ഞു പോകരുത്. ആ യുദ്ധത്തിൽ ഇംഗ്ലണ്ടിനെ റോം തോൽപ്പിച്ചു എന്നാണ് ചരിത്രം. ചില പഴയത് വെട്ടിക്കീറി കളയണം. നോമ്പ് തുടങ്ങിയിട്ട് 3 ദിവസമായില്ലേ? എന്നെ കേൾക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ചില വല ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഈ വല എന്തുകൊണ്ട് ഈ വല ശൂന്യമായി എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അതാണ്: കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ. വല ശൂന്യമാ. ചിലതൊന്നും മറന്നിട്ട് ഗുരുത്വമില്ലാതെ നീ ഗുണപ്പെടുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. കൊണ്ടു നടന്ന് ഗുരുവിനെ മറന്ന് നീ എത്ര ഡോക്ടറേറ്റ് ഉള്ള പാർട്ടി ആയാലും, നീ എവിടൊക്കെ വല വീശിയാലും, എന്നെ കേൾക്കുന്ന കുഞ്ഞുമക്കളും ചെറുപ്പക്കാരും ഒക്കെ ഇട്ടിരിപ്പുണ്ട്. നീ ഗുരുത്വമില്ലാതെ അപ്പനെ അമ്മയും കരയിപ്പിച്ചിട്ട്, പോയ തലമുറകളെ വേദനിപ്പിച്ചിട്ട് നീ എവിടെ വല വീശിയാലും പൊന്നുമോളെ വല ശൂന്യമാണ്. നിന്റെ ജീവിതം ഒരു ക്രമീകൃതമാണ്. പണ്ട് കേരളം ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാരുണ്ട്. പഴശ്ശിരാജയുടെ ഒക്കെ കാലം. അന്ന് ഉപയോഗിച്ചിരുന്നൊരു വാക്കുണ്ട്, ഇന്ന് ആ മലയാള പദം ഉപയോഗിക്കുന്നില്ല. യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ്, ഒരു വൃത്തികെട്ട വാക്കാണ്. പുറപ്പൂൺ എന്നാണ് വാക്ക്. പുറപ്പൂൺ എന്ന് പറഞ്ഞാൽ പുറത്തുണ്ടാകുന്ന പുണ്ണ് അഥവാ മുറിവ്. ഇപ്പോഴാ പദം ഇല്ല. ഈ പുറപ്പൂൺ എന്ന് പറയുന്നത് ആത്മാഭിമാനത്തിന്റെ വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ ഒരു പടയാളിക്ക് പുറത്തു മുറിവുണ്ടായിക്കൂടാ. പുറത്തു മുറിവുണ്ടാകുന്നതിന്റെ പേരാണ് പുറപ്പൂൺ. ഈ പുറത്തു മുറിവുണ്ടാകുന്ന എപ്പോഴെന്നറിയാം? നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യേണ്ടവൻ പിന്തിരിഞ്ഞോടുമ്പോഴാണ് എവിടെ മുറിവുണ്ടാവുക? പുറത്ത്. അത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നം. പുറത്തു മുറിവുണ്ടായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ പേടിച്ചോടിയെന്നാണ്.
ക്രമീകൃതമായതിൽ നിന്ന് നീ തിരിഞ്ഞോടിയെന്നാണ്. അതുകൊണ്ട് പുറപ്പൂൺ ഉള്ള പടയാളിയെ ഒന്നി കൊന്നുകളയും, അല്ലെങ്കിൽ അവൻ പോയി ആത്മഹത്യ ചെയ്യും. പുറത്ത് മുറിവുണ്ടായിക്കൂടാ, പിന്തിരിഞ്ഞോടിക്കൂടാ. പത്രോസും 6 പേരും ഈ രാത്രി പിന്തിരിഞ്ഞോടുക. പുറപ്പൂൺ, ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് മടങ്ങുക. ഈ നോമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, പുറപ്പൂണുണ്ടാകുമോ? പിന്തിരിഞ്ഞോടുമോ? ഒരു ചോദ്യമാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കാം, പിന്തിരിഞ്ഞോടുമോ? എന്തുകൊണ്ടായി വലശൂന്യമായി കിടക്കുന്നത്? ഈ ജനുവരി ആദ്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? പ്ലാന്തുണ്ടിലെ പെരുന്നാള് ഈ മാർച്ച് മാസം 1-ാം തീയതി ഇത്രയും പേര് പള്ളി വരുമോ? ഇല്ല. ഒമിക്രോൺ 3-ാം തരംഗം ആഞ്ഞടിച്ചപ്പോ നമ്മൾ ചിന്തിച്ചതല്ല, നമ്മൾ വിചാരിച്ചത് ഈ വർഷവും പോയി എന്നുള്ളതാണ്. ദൈവം നടത്തിയ വിധം ആ കരുതൽ മറക്കല്ലേ. പുറപ്പൂണുണ്ടാകല്ലേ ഈ നോമ്പിൽ. പിന്തിരിഞ്ഞോടല്ലേ. 50 ദിവസം നമുക്കൊന്ന് മുന്നോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങളിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോഴൊക്കെ പുറത്ത് മുറിവാ. അതൊരു ഇരുട്ടിന്റെ അനുഭവമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോൻ 16-ാം അധ്യായത്തിൽ തനിക്ക് മാത്രമായി ചില നിയോഗങ്ങൾ ഉണ്ടെന്ന് ശിംശോൻ മറന്നുപോയി. അങ്ങനെ പ്രാകൃതമായതിലേക്ക് മടങ്ങി ദലീലയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ദാവീദ് ഒരു കുളിമുറി കാഴ്ചയിൽ പ്രാകൃതമായതിലേക്ക് മടങ്ങിപ്പോയി. ദാവീദിന്റെ മനസ്സെന്ന് പറയുന്നത്, പഴയ മനസ്സെന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇടയനാണ്. ഇടയന്റെ ജീവിതം എപ്പോഴും അലഞ്ഞു തിരിയുന്നതാണ്. ഒരു നൊമാഡിക് കൾച്ചറാണ്. ആ പഴയ അലഞ്ഞു തിരിയുന്ന മനസ്സിലേക്ക് ദാവീദ് പോയത് കൊണ്ടാണ് ബേർശബയോട് പാപം ചെയ്തത്. പുറംതിരിഞ്ഞോടുമോ? ശലോമോൻ എത്ര ജ്ഞാനിയായിരുന്നു, പക്ഷെ 700 ഭാര്യമാരായിരുന്നു. പല പുരുഷന്മാരും എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു. 700 ഭാര്യമാരോ? ഒരെണ്ണത്തിനെ കൊണ്ടു നടക്കുന്ന പാട് നമുക്കറിയാം. ശലോമോൻ എങ്ങനെ കൊണ്ടു നടന്നു എന്നുള്ളതാ അറിയാൻ പാടില്ല. എത്ര ഭംഗിയായിട്ട് തുടങ്ങി, പക്ഷെ പുറപ്പൂണുണ്ടായി. പുറംതിരിഞ്ഞോടുമോ? ശൗൽ നന്നായി തുടങ്ങി. സഹോദരങ്ങളെ, നമ്മുടെ പ്രത്യേകത എന്താ? മഹാഭാരതം ഉദ്യോഗ പർവത്തിൽ എഴുത്തച്ഛൻ എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ നോമ്പിനെ കുറിച്ച്. എങ്ങനെയാണെന്നറിയാം? അന്നന്നു തുടങ്ങിയും അന്നന്നു മുടങ്ങിയും പിന്നെയും അതിനാരംഭിച്ചു മൂഢൻ. എന്താ? അന്നന്നു തുടങ്ങിയും അന്നന്നു മുടങ്ങിയും പിന്നെയും അതിനാരംഭിച്ചു മൂഢൻ. നമ്മുടെ കാര്യം നമ്മളിങ്ങനെ തെന്നിയും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു ഉറച്ച നിലപാടില്ല. ഈ ശീമോൻ പത്രോസ് എപ്പോഴൊക്കെ പ്രാകൃതമായ ജീവിതത്തിലേക്ക് പോന്നു, അവിടെയൊക്കെ കർത്താവ് ശീമോനെ വിളിക്കുന്നത് എന്തെന്നറിയാം? സൈമൺ, ശീമോനെ, ആർ യു അസ്ലീപ്? നീ ഉറങ്ങാണോ? ഉറങ്ങിപ്പോകുമ്പോ, തെന്നിപ്പോകുമ്പോഴൊക്കെ വിളിക്കുന്നത് ശീമോനെ എന്നാ. പക്ഷെ എപ്പോഴൊക്കെ ക്രമീകൃതമായ അവസ്ഥയിൽ ശീമോൻ പത്രോസ് നിലനിൽക്കുന്നുണ്ടോ അവിടെ ഒക്കെ കർത്താവ് ശീമോനെ വിളിക്കുന്നെന്ന് അറിയാം. പീറ്റർ, പത്രോസേ. ഇപ്പൊ രണ്ടുപേരാ. ഒന്ന് ശീമോനും ഒന്ന്. എപ്പോ പ്രാകൃതമായതിലേക്ക് പോയോ അവിടെ ഒക്കെ കർത്താവ് വിളിക്കുന്നത് ശീമോൻ. എപ്പോ ക്രമീകൃതമായതിൽ നിലനിൽക്കുന്നു, അതിന്റെ അർത്ഥം അവിടെ വിളിക്കുന്നത് പത്രോസേ. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി വലയെടുത്തോണ്ട് പോയി. അതിന്റെ അർത്ഥം മീൻ പിടിക്കാൻ പോകുന്നു എന്നല്ല, ഞാൻ എൻ്റെ പഴയ പണിക്ക് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പഴയ പണി നമ്മുടെയും കയ്യിലിരിപ്പുണ്ട്. ആ വല മൂലക്കിരിപ്പുണ്ട്. ഞാൻ ഈ രണ്ടാമത്തെ ചിന്ത ഇവിടെ നിർത്തുമ്പോ ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് ഇത്ര മിടുക്കന്മാരായിട്ടും വല ശൂന്യമായി? രണ്ടുത്തരമാണ്. ഒന്ന്, കടപ്പാടുകളെ മറക്കുന്നവന്റെ വല ശൂന്യമാണ്. ജീവിതത്തിൽ ഗുരുത്വമില്ലാത്തവന്റെ വല ശൂന്യമാണ്. തങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്ന ഗുരുനാഥനെ മറന്നിട്ട് പഴയ പണിക്ക് പോയില്ലേ? നമ്മൾ എത്ര മിടുക്കന്മാരായിരുന്നാലും ജീവിതത്തിലെ 3 അക്ഷരത്തിന് ഒരു മാന്ത്രികതയുണ്ട്: ഗുരുത്വം. 4 കാശിന്റെ സമ്പത്തും 4 അക്ഷരത്തിന്റെ പഠിത്തവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ 3 അക്ഷരം മറന്നുപോകും.
നമ്മൾ പിള്ളേരെ കുറിച്ച് പറയാറുണ്ട്, കൊച്ചിന് ഭയങ്കര കുരുത്തക്കേടാണ്. ചുമ്മാതാ. പിള്ളേർക്ക് കുരുത്തക്കേടൊന്നുമില്ല, കുസൃതി മാത്രമേ ഉള്ളൂ. ഗുരുത്വക്കേടൊക്കെ നമുക്കാ. ഗുരുത്വത്തിന്റെ കേടൊക്കെ നമുക്കാ. ഒരു റബ്ബറിന്റെ വേരിന്റെ പേരിൽ, ഒരു ആഞ്ഞിലിയുടെ ഇലയുടെ പേരിൽ, ഒരു വരമ്പും അല്പം തൂമ്പാപ്പാട് മാന്തിയതിന്റെ പേരിൽ എത്ര വർഷമായി ചില ബന്ധങ്ങൾ മുറിച്ചിട്ട്. ജീവപര്യന്തം തടവ് പോലും 14 വർഷമേ ഉള്ളൂ. ചിലപ്പോൾ അത് കഴിയുമ്പോൾ വിടും. പൂജപ്പുര കിടക്കുന്നവനെ ഇറക്കി വിടും. പക്ഷെ നമ്മളൊക്കെ ചില ചെറിയ കാര്യങ്ങളുടെ മേലിൽ എത്ര വർഷമായി. ചില മിണ്ടലുകൾ നടന്നിട്ടൊന്ന് സംസാരിച്ചിട്ട്, കുറച്ചാളും ഒരു അപ്പച്ചൻ മരിച്ചിട്ട് ആ വീട്ടിൽ ചെന്നപ്പോ അറിഞ്ഞു അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ. 20 വർഷമായിട്ട് ആയിരുന്നു ഇവർ രണ്ടുകൂടെ മിണ്ടിയിട്ട് ഒരു വീട്ടില്. 20 വർഷമായി ഇവർ തമ്മിൽ മിണ്ടിയിട്ട്. സഹോദരങ്ങളെ, ഈ കൊച്ചു ജീവിതം ഗുരുത്വം മറക്കല്ലേ, കടപ്പാടുകളെ മറക്കല്ലേ. എന്തുകൊണ്ട് ഈ വലശൂന്യമായി? 2 ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഗുരുത്വം മറന്നവന്റെ, കടപ്പാട് മറന്നവന്റെ വല ശൂന്യം. 2, ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ വല ശൂന്യം. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ശിഷ്യന്മാരെ അയക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ നഗരം വിടുവോളം വിശ്വസ്തനായിരിക്കണം. ഈ നഗരം വിട്ടേ മതിയാവുള്ളൂ. ജീവിതം എത്ര നാളെ? ഇപ്പൊ 72 വയസ്സായില്ലേ? 66 വയസ്സായില്ലേ? 53 വയസ്സായില്ലേ? ഈ നഗരം വിട്ടേ മതിയാവും. അടുത്ത പള്ളിമണി അടിക്കുന്നത് നമുക്ക് വേണ്ടിയല്ലെന്ന് ആര് കണ്ടു? ആ തെക്കേപ്പുറത്ത് വടക്കേപ്പുറത്ത് തൂമ്പാപ്പാട് അടുത്തത് നമുക്ക് വേണ്ടിയല്ലെന്ന് ആര് കണ്ടു? ആ തുണിക്കടയിലെ വെള്ളത്തുണി ഇനി കീറാൻ പോകുന്നത് നമുക്ക് വേണ്ടിയല്ലെന്നത് ആര് കണ്ടു? നഗരം വിട്ടേ മതിയാകും. നഗരം വിടുവോളം വിശ്വസ്തനായിരിക്കുമോ? ആ പഴയ പണിക്ക് പോകുമോ? നമ്മൾ പാടും, എന്താ? കർത്താവേ, വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. എപ്പോഴാ ഇത് പാടുന്നത്? എപ്പോഴാ പാടുന്നത്? മരണ വീട്ടിൽ. അതുകൊണ്ടാ പലരും പാടാഞ്ഞത് എനിക്കറിയാം. നിങ്ങൾ ബുദ്ധിയുള്ളവരാ. കർത്താവേ, വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ. അവസാനത്തോളം ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം. ആരാ ഇത് പറഞ്ഞത്? പൗലോസ്ലീഹ. അദ്ദേഹം നല്ല പോർ പൊരുതി. ശരിയാ, 26 കൂട്ടം കഷ്ടത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. 30 വർഷം അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. 20 വർഷം റോഡിലായിരുന്നു. റോഡിൽ കിടക്കുക എന്നല്ല എൻ്റെ അർത്ഥം, റോഡിൽ സഞ്ചാര മിഷണറി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നല്ല പോർ. നമ്മളും മരിക്കുമ്പോൾ നാട്ടുകാരൊക്കെ വന്ന അനുശോചനം പറയും, അമ്മാമ്മ നല്ല പോർ പൊരുതി, അമ്മച്ചി നല്ല പോർ പൊരുതി, അച്ചായൻ നല്ല പോർ പൊരുതി. എന്നാ പോരാ, മരുമോളുമായിട്ട് പോരുണ്ടാക്കിയതാണോ? കർത്താവെ, വിശ്വാസ പോരിൽ അവസാനത്തോളം നീ നിർത്തുമോ? പ്രാകൃതമായതിലേക്ക് മടങ്ങുമോ? അപ്പൊ ഇന്ന് രാത്രി ഇവിടെ നിന്ന് മടങ്ങിപ്പോകും ഈ ചോദ്യം ഒന്ന് മനസ്സിലിട്ടെ. ദൈവം, എന്തുകൊണ്ടായിരിക്കും എൻ്റെ വല ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നത്? ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ചിലത് കിട്ടുന്നില്ല. പലപ്പോഴും പല പ്രാർത്ഥനകൾക്കും ഉത്തരവില്ല. വർഷങ്ങളായി കാത്തിരുന്നിട്ടും നിന്റെ വല കാലിയാണ്. എന്താ കാരണം? പല വീട്ടിലെ സമാധാനത്തിന്റെ വല കാലിയാണ്. പല വീട്ടിലെ സന്തോഷത്തിന്റെ വല കാലിയാണ്. വീട്ടിൽ ഒരു കുഴപ്പവും ഇല്ലാതാനും. എന്തുകൊണ്ടാ? എന്തോ ചില കുഴപ്പമുണ്ട്. ഒന്നുകിൽ ഒരു ഗുരുത്വക്കേടിന്റെ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ചില പഴയ പണിയിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഞാൻ ഇവിടെ നിർത്തുക, എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്, എന്നിട്ടും. എന്നിട്ടും എന്താ അതിന്റെ അർത്ഥം? എന്നിട്ടും ഈ പടകിൽ എന്തിനു തുടരണം? സാധാരണ ഈ മീൻ പിടിക്കാൻ പോകുന്നവർക്കറിയാം, രാത്രി 7:30 മീൻ പിടിക്കാൻ പോയി, കടലിന്റെ വേലിയേറ്റം, വേലിയിറക്കം, കടലിന്റെ ശീതാവസ്ഥ, താപം, മർദ്ദവ്യത്യാസം, ഈ കാരണങ്ങൾ കൊണ്ട്
മീൻ കിട്ടുമോ കിട്ടിയില്ലയോ എന്നുള്ളത് ഒരു 1-2 മണിക്കൂറിനകം അറിയാം. പ്രത്യേകിച്ചും തിബരിയാസ് പോലെ ഒരു ചെറിയ തടാകം, അത്ര വലിയ അറബിക്കടൽ പോലുള്ളൊരു കടലൊന്നുമല്ല. അപ്പൊ കൃത്യമായിട്ട് അറിയാം. പോകാൻ ഒത്തിരി സ്ഥലവും ഇല്ല. 1-2 മണിക്കൂർ. രാത്രി ഒരു 7:30 പോയാൽ ഒരു 9:30 10 മണിക്കോ മീൻ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരേണ്ടവരാണ്. പക്ഷെ അവര് രാത്രിയുടെ യാമങ്ങൾ മുഴുവനും 1, 2, 3, 4 യാമങ്ങൾ ഭേദിച്ച് വെളുപ്പിന് 5 മണി 6 മണി വരെ ഒരു വല വീശുക, ശൂന്യമായ വലയുമായി. ഞാൻ ചോദിക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവര്, ഇത്ര മിടുക്കന്മാരായിട്ടും രാത്രി റിസൾട്ട് നേരത്തെ കിട്ടിയിട്ടും എന്നിട്ടും അവരെന്തിനാണ് ഈ പടകിൽ വെളുപ്പിന് വരെ തുടർന്നത്? നമ്മളും ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാ ജീവിക്കുന്നത്? ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യം എന്താ? ആരാണ് അറിയുന്നത്? ആര് മനസ്സിലാക്കുന്നുണ്ട്? പ്രത്യേകിച്ച് എന്ത് ഗുണമുണ്ടായിട്ടുണ്ട്? ഇങ്ങനെ ജീവിതം, ഈ പടക് എന്തിനിങ്ങനെ ജീവിക്കണം? എത്രയോ വീടുകളിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇരിക്കുന്നു, തൊട്ടടുത്തിരിക്കുന്ന ആൾക്കറിയാത്ത സങ്കടം എത്ര പേരുടെ ചങ്കരകത്തിരിപ്പുണ്ട്. ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന അമർത്തിപ്പിടിച്ച നിലവിളി പലരുടെ ഉള്ളിലുണ്ട്. അമർത്തിപ്പിടിച്ച തേങ്ങലുകൾ ഇതിങ്ങനെ പിടിച്ചു വച്ചിരിക്കുക. എന്തിന് ഇങ്ങനെ ജീവിക്കണം? ഈ രാത്രി ആ പടകിൽ നിന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഈ 9 മണി 10 മണിയാകുമ്പോൾ തിരിച്ചു പോകാമായിരുന്നു, അവസാനിപ്പിക്കാമായിരുന്നു പരിശ്രമങ്ങൾ. എന്നിട്ടും അപ്പൊ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരിയോ സഹോദരനോ ജീവിതത്തിൽ ഈ ശൂന്യത അനുഭവിച്ചിട്ട് മതി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കണ്ണീര് വീണ അത്താഴത്തിന്റെ വറ്റുണ്ടെങ്കിൽ, അലച്ചിലുകളുടെ പുസ്തകം നിങ്ങൾ തുറന്നു വച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നെടുവീർപ്പുകളുടെ കണക്ക് നിങ്ങൾക്ക് ഓരോ രാത്രിയും എഴുതി വെക്കാനുണ്ടെങ്കിൽ, അകത്തേക്ക് കരയുന്നതിന്റെ പേരല്ലേ നെടുവീർപ്പ്? ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എന്നിട്ടും എന്തിന് ഇങ്ങനെ മുന്നോട്ട് പോകണം? ഉത്തരം അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആ വേദപുസ്തകത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ഞാൻ പറഞ്ഞ വാക്യം ഒന്ന് നോക്കിക്കേ. 21-ാം അധ്യായം 3-ാം വാക്യം എന്താ പറഞ്ഞത്? ആ രാത്രിയിൽ അവരൊന്നും, ബാക്കിയൊന്ന് വായിച്ച, ഉറക്കെ വായിച്ച്. അതെനിക്ക് ഒന്നുകൂടെ കേൾക്കണം, ഇവർക്ക് എല്ലാവർക്കും കേൾക്കണം. ബാക്കി വായിച്ചോ. യേശു മതി. എല്ലാരും ഒന്ന് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. ആ രാത്രി മുഴുവൻ ഒന്നും കിട്ടിയിട്ടില്ല. പുലർച്ചെയായപ്പോൾ യേശു, ഇതാണ് അതിന്റെ ഉത്തരം. എന്നിട്ടും എന്തിനു പിന്നെയും ജീവിക്കണം? എന്നിട്ടും എന്തിനീ കുടുംബത്തിന്റെ ഭാരം ചുമക്കണം? എന്നിട്ടും എന്തിനീ വീട്ടിൽ കഴിയണം? ഉത്തരവിതാ, ഒന്നാമത്തെ ഉത്തരവതാ. എന്നിട്ടും ഇരുളാർന്ന രാത്രിക്കപ്പുറം പുലരിയുടെ ശോഭയുണ്ട്. അതാണ് ഒന്നാമത്തെ ഉത്തരം. ബിയോണ്ട് ദ ഡാർക്ക് നൈറ്റ് there is the glow of dawn എന്ന് പറയും. ഇരുളാർന്ന രാത്രിക്കപ്പുറം, ഈ രാത്രി മുഴുവൻ വലശൂന്യമാണെങ്കിലും പുലർച്ചയായപ്പോൾ യേശു, അതാണ് നമ്മെ കാത്തു നിൽക്കുന്നൊരു കർത്താവുണ്ട്. ഇവിടെ എപ്പോഴെങ്കിലും ഉണ്ട്, ഉറപ്പാ. ആ ഒരു രാത്രിയുടെ നിരാശയുടെ ശീതക്കാറ്റിനു മീതെ കരയിൽ കാത്തു നിൽക്കുന്ന നാഥൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒഴിവാക്കാനാകാത്ത രാത്രികൾ, ശൂന്യവലകൾ, പാനപാത്രങ്ങൾ, മരുഭൂമികളൊക്കെ. പക്ഷെ ഇതിനൊക്കെ അപ്പുറം ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം, അല്ലേ? ഇല പൊഴിയുന്ന മരങ്ങൾക്ക് ഇതിനു ശേഷം എന്തുണ്ട്? ഒരു തളിരുണ്ട്. അങ്ങനെ ഒന്ന് ചിന്തിക്കുമോ? നമുക്കറിയാമല്ലോ, ഈ മാറായിലെ വെള്ളം കുടിപ്പാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല. കാരണം മാറായിലെ വെള്ളത്തിന് എന്തായിരുന്നു? കയ്പ്. അപ്പൊ തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മരക്കൊമ്പ് വെട്ടി വെള്ളത്തിന് എന്തുണ്ടായി? ഒന്ന് പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, ഈ മരക്കൊമ്പ് വെട്ടാൻ മോശ ഓട്ടോറിക്ഷ പിടിച്ചു പോയോ? കഴുതപ്പുറത്ത് യാത്ര ചെയ്തോ? മരുഭൂമി താണ്ടിയോ? കടലുകൾ കടന്നോ? ഇല്ല. എവിടെയായിരുന്നു കയ്പിന്റെ മാറ? അതിന്റെ കയ്യെത്തും ദൂരത്ത് ദൈവം ഒരു മധുരമുള്ള
മരക്കൊമ്പ്. ഇന്ന് രാത്രി താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ രാത്രി ചില മാറായിലൂടെ കടന്നു പോകുന്നവരൂടെ കാണും, ഇതിന്റെ കയ്യെത്തും ദൂരത്ത് ഒരു മധുരമുള്ള മരക്കൊമ്പുണ്ട്. പിതാക്കന്മാർ പറയും ആ മരക്കൊമ്പെന്ന് പറയുന്നത്, ആ വെള്ളത്തിലിട്ട മരക്കൊമ്പെന്ന് പറയണത് ഒരു പരിശുദ്ധ നോമ്പ്, ഒരു മരക്കൊമ്പ് നമുക്ക് തരുന്ന മധുരമുണ്ടല്ലോ, ആ മരക്കൊമ്പാണ് കുരിശ്. ഈ ലോകം ഒരു സാഗരമാണ്, കയ്പുള്ള സാഗരം. അക്കരയ്ക്ക് യാത്ര ചെയ്യും. ലോക ജീവിതത്തെ സാഗരത്തോട് ഉപമിക്കാറുണ്ട്, കടലിനോട്. അങ്ങനെയെങ്കിൽ ഈ സാഗരത്തെ, മാറാസാഗരത്തെ, കയ്പുള്ള സാഗരത്തെ മധുരമാക്കുന്ന മരക്കൊമ്പാണ്. ഇരുളാർന്ന രാത്രിക്കപ്പുറം ഒരു രാത്രി മുഴുവൻ ശൂന്യത അനുഭവിച്ചിട്ടും പുലരിയിൽ എന്ത് കണ്ടു? യേശു കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. നിന്റെ കണ്ണീരിന് മീതെ ഒരു പുഞ്ചിരിയുടെ മഴവില്ലുണ്ട്. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അതുകൊണ്ട് വിശ്വാസത്തോടെ ഈ രാത്രി കണ്ണടച്ച് കരങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് പറയണം, എന്റെ ശൂന്യമായ വലയ്ക്ക് മീതെ ഒരു പുലരിയുണ്ട്. എന്തിനീ ജീവിത പടകിൽ? എന്നിട്ടും തുടരണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശു ഉണ്ടതോർക്കണം. എല്ലാത്തിനും അപ്പുറം ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പുലരിയിൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. ഈ പുലരിയിൽ ഇവരിങ്ങനെ ശൂന്യമായ വലയുമായി ആ ശീതക്കാറ്റിൽ, ആ പുലരിയുടെ തണുപ്പത്ത് ഒട്ടിയ വയറും വിഷാദം മുറ്റിയ മുഖവുമായി 7 പേര് വരികയാണ്. അപ്പൊ കരയ്ക്കൊരാള് നിൽപ്പുണ്ട്. ആര്? കർത്താവ്. ആ കരയ്ക്ക് നിൽക്കണ കർത്താവ് ഈ 7 എണ്ണത്തിനെയും കൂടെ ഒറ്റ വിളി വിളിച്ചു. എന്ത് വിളിയെന്നറിയാം? യെസ് മോനെന്ന് പറഞ്ഞത്. ആരാ പറഞ്ഞത്? കുഞ്ഞുങ്ങളെ. ഗുഡ്. കുഞ്ഞുങ്ങളെ. ആ വിളിക്കൊരു ചൈതന്യം ഇല്ലേ? കുഞ്ഞുങ്ങളെന്ന് വിളിക്കും. എപ്പോഴാ? വല നിറഞ്ഞു വന്നിരുന്നെങ്കിൽ, ഫുൾ A+ആയിട്ട് നമ്മൾ വീട്ടിൽ കയറുകയാണെങ്കിൽ മമ്മി വിളിക്കും മോളെ, അല്ലേ? ഫുൾ A+ആയിട്ട് വരുവാണെങ്കിൽ പപ്പ പറയും മോനെ തക്കുടു എന്നൊക്കെ പറയും. ഫുൾ A+ആയിട്ട് വരണം. ഫുള്ള് മൊട്ടയായിട്ട് വരുമ്പം മോളെ. മാർച്ച് പരീക്ഷ കയറാൻ പോവാണേ. ഫുള്ള് മൊട്ടയായിട്ട് വരുമ്പം എന്റെ മോനെ എന്ന് വിളിക്കോ? പറ. ഇല്ല. കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കുന്നു. സഹോദരങ്ങളെ, എന്നാൽ ഫുള്ള് മൊട്ടയായിട്ട് വരുന്ന 7 എണ്ണമാണ്. ഈ വലയിലൊരു പരൽ മീൻ പോലുമില്ല. ജീവിതത്തിന്റെ ശൂന്യമായ പടകുമായി കരയ്ക്ക് കയറുമ്പോ വിളിക്കുകയാണ് കുഞ്ഞുങ്ങളെ. ഓ മൈ ചിൽഡ്രൻ. ഈ കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിക്കുമ്പോ അതിനകത്തൊരു കൗതുകം കൂടെ ഉണ്ട് കേട്ടോ. ഈ കർത്താവിനേക്കാൾ പ്രായമുണ്ട് പത്രോസിന്. ഒരു 5 വയസ്സെങ്കിലും മൂത്ര. ഈ തന്നേക്കാൾ പ്രായമുള്ളവരെയാണ് വിളിക്കുന്നത് എന്ത്? കുഞ്ഞുങ്ങളെ. അങ്ങനെ വിളിക്കാൻ പ്രപഞ്ചനാഥന് അധികാരമുണ്ടാകാം. പക്ഷേ ആ വിളിക്കകത്ത് ഒരു വലിയ ചൈതന്യം, ഒരു വാത്സല്യമുണ്ട്. തോറ്റു നിൽക്കുന്ന മനുഷ്യനോട് ലോകം ഒരിക്കലും വിളിക്കത്തില്ല. നിന്റെ ഭർത്താവ് വിളിക്കത്തില്ല, നിന്റെ ഭാര്യ വിളിക്കത്തില്ല. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ വിജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ മനുഷ്യരുണ്ടാവും. പക്ഷെ പരാജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ ആരുണ്ടാവും? കുഞ്ഞുങ്ങളെ. സെഞ്ചുറി അടിച്ചിട്ട് കയറി വരുമ്പോ കൈയടിക്കാൻ ഗ്യാലറി ഉണ്ടാകും. പക്ഷെ 0-ന് വിക്കറ്റ് പോയിട്ട് വരുമ്പോഴോ ആരെങ്കിലും കൈയടിക്കുവോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, വലകൾ നിറഞ്ഞാൽ അനേകര് വരും. വല ശൂന്യമായൊരു പൂച്ചക്കുഞ്ഞു പോലും കാണത്തില്ല. ഇപ്പോൾ ഉള്ളവരൊന്നും കാണത്തില്ല. കുഞ്ഞുങ്ങളെ. ആ വാക്കെനിക്ക് വീണ്ടും വീണ്ടും അങ്ങ് വായിക്കാൻ തോന്നുക കേട്ടോ. തോറ്റു നിൽക്കുന്ന മനുഷ്യ, തോറ്റു നിൽക്കുന്ന സഹോദരി, നിനക്ക് വേണ്ടി എഴുതപ്പെട്ട വാക്കാണ്. മക്കളെ, നിന്റെ വല ശൂന്യമാ. എന്നിട്ടും നീ ജീവിത പടകിൽ നിന്ന് ഒളിച്ചോടല്ലേ?
എന്നിട്ടും നീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കല്ലേ, എന്നിട്ടും നീ വേണ്ടാത്തൊരൊന്നും കാണിക്കല്ലേ മോളെ. പുലരിക്ക് ഒരു കർത്താവുണ്ട്. ഈ രാത്രിക്ക് മീതെ, ഇരുളാർന്ന രാത്രിക്ക് മീതെ പുലരിയുടെ ശോഭയുണ്ട്. തവിട് കിട്ടാത്തവന് വേണ്ടി തടിപ്പിച്ചൊരു കാളക്കുട്ടി, മനസ്സിലായില്ലേ? മുടിയൻ പുത്രൻ പോയി എല്ലാം നശിപ്പിച്ചു വരുമ്പോ തവിട് പോലും, പന്നി തിന്നുന്ന വാളവരെ പോലും ആരും അവന് പറഞ്ഞാട്ടെ വിഷമിച്ചിരിക്കുവാണല്ലോ. തവിട് പോലും ആരും അവന് കൊടുത്തില്ല. തവിട് പോലും കിട്ടാതെ തിരിച്ചു വരുമ്പോ വീട്ടിൽ എന്തുവായിരുന്നു? തടിച്ചാന്ന് പറയരുത്. തടിച്ചാന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് തടിച്ചു എന്നേ ഉള്ള അർത്ഥം. ബൈബിൾ എടുത്ത് ശ്രദ്ധിച്ചു വായിച്ചോണം. വിശുദ്ധ ലൂക്കോസ് 15 അതിനകത്ത് എഴുതുന്നത് കൊഴുപ്പിച്ച, തടിപ്പിച്ച എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടി തടിപ്പിച്ചത്? തടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിന് പുളിയരിയും പിണ്ണാക്കും ഒക്കെ കുറച്ച് കൂടുതൽ കൊടുത്തു എന്നതിന്റെ അർത്ഥം. എന്റെ മകൻ തിരിച്ചു വരും. തവിട് കിട്ടാത്തവന് വേണ്ടി തടിപ്പിച്ചൊരു കാളക്കുട്ടിയുണ്ട്. അപ്പൻ എന്തൊക്കെയാ ഒരുക്കി വെച്ചിരുന്നത്? ചെരുപ്പ്, എന്താ, മോതിരം അല്ലേ, മേലങ്കി. ഈ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞ ചുമ്മാതെ വായിച്ചു കളയാനുള്ളതല്ല. ചെറുക്കൻ പോയിട്ട് എത്ര വർഷമായെന്നറിയാം? അവൻ പോയപ്പോ അവന്റെ കാലിന്റെ ഇളവ് 4 ഇഞ്ചാണ്. അപ്പം പിറ്റേ വർഷം 5 ഇഞ്ചിന്റെ ചെരുപ്പ് മേടിച്ചു വെച്ചു. വന്നില്ല, അതവിടെ ഇരിപ്പുണ്ടെന്നേ. പിറ്റേ വർഷം അപ്പൻ 6 ഇഞ്ചിന്റെ ചെരുപ്പ് മേടിച്ചു വെച്ചു. വന്നോ? ഇല്ല. പിറ്റേ വർഷം 7 ഇഞ്ചിന്റെ ചെരുപ്പ് മേടിച്ചു വെച്ചു. വന്നോ? അന്നേ മോതിരം പണിഞ്ഞു വെച്ചതാ തട്ടാന്റെ ഇടത്തുനിന്നാണ്. ആ മോതിരം എത്ര തവണ അഴിച്ചു പണിയേണ്ടി വന്നിട്ട് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? എന്ന് പറഞ്ഞാൽ അവൻ വരുമ്പോൾ അവന്റെ കാലിന് ഭാഗമായ 9 ഇഞ്ചിന്റെ ചെരുപ്പ് അപ്പം കരുതി. എന്റെ അർത്ഥം എന്താ? നിരന്തരം പുതുക്കപ്പെടുന്ന ഒരു കാത്തിരിപ്പുണ്ട്. നിരന്തരം പുതുക്കപ്പെടുന്ന രാത്രിയുടെ 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, 4-ാം യാമം കഴിഞ്ഞ് പുലരിയിൽ എപ്പോഴോ ശൂന്യമായ വലയുമായി മടങ്ങി വരുന്ന കുഞ്ഞുങ്ങളെ, കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘങ്ങൾക്കപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതുമോർക്കണം. അതെ, എല്ലാത്തിനും മീതെ തമ്പുരാന്റെ വാക്കുണ്ട്. ഏത് കയ്പിനും മീതെ തമ്പുരാന്റെ വാക്കുണ്ട്. നമ്മുടെ എന്നിട്ടും, അതാണ് നമ്മുടെ വിഷയം. എന്നിട്ടും എന്തിനിങ്ങനെ? അതെ, ഒരു രാത്രി പുലർന്നാൽ നമുക്ക് വേണ്ടി ഒരു ദിവസമുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ഒന്ന് വായിച്ചേ. എന്നിട്ടും എന്ന ചോദ്യത്തിന് രണ്ടാമതൊരു ഉത്തരം കൂടെ എവിടെ ഉണ്ട്? അല്ല, അതിന് തൊട്ടു മുമ്പുണ്ട് കുഞ്ഞുങ്ങളെ. അല്ല, അതിനു മുമ്പ് അവരൊന്നും പിടിച്ചില്ല, യേശു കരയിൽ നിന്നിരുന്നു. അത് നമ്മൾ പറഞ്ഞു. മതി, യേശു ആണെന്ന്, അതാണ് അതിന്റെ ഉത്തരം. എന്നിട്ടും എന്തിനീ ജീവിക്കണം? ഉത്തരം അതാ. രണ്ടാമത്തെ ഉത്തരം യേശു ആണെന്ന് ശിഷ്യന്മാർ. അതെന്തേ? 3-3.5 വർഷം ഒരുമിച്ച് നടന്നവരാണ്. ഈ പ്രഭാതത്തിൽ നേർത്ത മൂടൽമഞ്ഞിന്റെ മറ മാത്രമല്ലേ ഉള്ളൂ. നല്ല വെളിച്ചം വീണിട്ടുണ്ട്. എന്നിട്ടും എന്തേ അറിയാതെ പോയി? അതാണ്, അത് തന്നെയാണ് അതിന്റെ ഉത്തരം. നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം നമ്മെ പൊതിയുന്നുണ്ട്. എന്നിട്ടും എന്തിനെ ജീവിക്കണം എന്നുള്ളൊരു ഉത്തരം അതാ. രണ്ടാമത്തെ ഉത്തരം, നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം നമ്മെ പൊതിയുന്നുണ്ട്. യേശു ആണെന്നവർ അറിഞ്ഞില്ല. ആ അറിയായികയിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട്, ദൈവം എവിടെ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആണോ? ചോദിക്കാറുണ്ട്. എന്റെ കുഞ്ഞെ, എന്റെ സ്നേഹിത, എന്റെ പിതാവേ, മാതാവേ, ഓർക്കണം, നിന്റെ ബുദ്ധി കൊണ്ടളന്നാൽ കാണാത്തൊരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ബുദ്ധി കൊണ്ടളക്കല്ലേ, നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം. നയമാൻ ബുദ്ധി കൊണ്ടളന്നത്. കുഷ്ഠം സൗഖ്യമാകാൻ വേണ്ടി യോർദാനിൽ പോയി കുളിക്കാൻ പറഞ്ഞപ്പോ നയമാൻ ചോദിച്ചത്, ഇവിടൊക്കെ
തോടും പുഴയൊക്കെ. ആ ബുദ്ധി തോറ്റുപോയി. നിക്കോദിമോസ് വീണ്ടും ജനിക്കണോ എന്ന് പറഞ്ഞപ്പോ ഗൈനക്കോളജിസ്റ്റിന്റെ ബുദ്ധിയാണ് നിക്കോദിമോസ് എടുത്തത്. ആ ബുദ്ധി തോറ്റുപോയി. ബുദ്ധിയുടെ പ്രമാണത്തിൽ വിടുതലിന് ശ്രമിച്ചവരൊക്കെ തോറ്റു. എന്നാൽ യേശുവാണെന്ന് അറിഞ്ഞില്ല. The enfolding presence of Jesus Christ is unknown to us. നാം അറിയാത്തൊരു കർത്താവിന്റെ സാന്നിധ്യം നമ്മെ ഇങ്ങനെ നിർത്തുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ടെൻഷൻ ഇല്ലാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. പക്ഷെ ഈ രാത്രി നിങ്ങളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൃപ. ഇങ്ങനെ നിർത്തിയിട്ടില്ലേ? നാളെ പുലരിയുടെ പ്രഭാതത്തിന്റെ ആ പത്രത്തിന്റെ 7-ാമത്തെയോ 8-ാമത്തെയോ പേജിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ എത്ര പേരുടെ വാർത്തകൾ ഇപ്പോൾ അച്ചു നിരത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും അതാണ് ആ വാക്ക് അമൂല്യമാണ്, ആ വാക്ക് അപാരമാണ് ധ്യാനിക്കാൻ. എന്നിട്ടും ഇങ്ങനെ ശേഷിപ്പിച്ചില്ലേ, ഇങ്ങനെ ശേഷിപ്പിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഈ ജീവിത പടകിൽ ഭാരപ്പെടണ്ട, തുടർന്നേ പറ്റൂ. ദൈവം നമ്മെ കരുതിക്കൊള്ളും. ബുദ്ധിക്കതീതമാ അത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവൻ. അതെ, ബുദ്ധിക്കപ്പുറം യേശുവാണെന്ന് അറിഞ്ഞില്ല. നാം അറിയാത്തൊരു, നാം വിചാരിക്കുന്നതൊന്നും അല്ല ദൈവം. ദൈവത്തെ പിടുത്തം കിട്ടിയെന്ന് പറഞ്ഞ് പാട്ടും പാടി നമ്മൾ നടക്കുക ചുമ്മാതെയാണ്. UKG പഠിക്കുന്ന കൊച്ചിനെ നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല, പിന്നെ ദൈവത്തെ പിടുത്തം കിട്ടും. ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതം പറയുന്നത് നേതി നേതി, അതുമാകാം, അതിനപ്പുറമാകാം. തത്വമസി എന്നാണ്, അത് നീയാകുന്നു എന്നാണ്. നീ അറിഞ്ഞതിനും അപ്പുറമാണ്. ദൈവം ഇന്നതാണ് എന്നറിയത്തില്ലേ? ഓരോ പരമാണുവിലും സർവഭൂതേഷു ചാത്മന തതോന വിജഗുപ്സത എന്നൊക്കെ ഈ ഉപനിഷത്തുകൾ പറയും. എല്ലാത്തിലും ദൈവം ഇരിക്കുന്നു. ദൈവ സാന്നിധ്യം നമ്മെ ഇങ്ങനെ പൊതിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോ, ഇവിടെ നിറങ്ങിപ്പോകുമ്പോ. അതുകൊണ്ട് വലശൂന്യമായി കിടക്കുമ്പോഴും നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം ആ രാത്രിക്ക് മീതെ അവരറിയാതെ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, GS പ്രദീപ് എന്ന് പറയുന്ന അശ്വമേധം പ്രോഗ്രാം ചെയ്തിരുന്ന ഒരു മലയാളത്തിൽ ഏറ്റവും അറിവുള്ള ഒരു വലിയൊരു ക്വിസ് മാസ്റ്റർ, അറിയാത്ത ആരുമില്ല. അദ്ദേഹം വളരെ കൗതുകത്തോടെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ അറിവിനെ നോക്കിക്കാണുന്നത്. വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. ഏതാണ്ട് 96, 97 കാലഘട്ടത്തിലൊക്കെ, 98 കാലഘട്ടത്തിലൊക്കെയാണെന്ന് തോന്നുന്നു, ആദ്യമായി കൈരളി ചാനലിലൂടെയൊക്കെ പ്രോഗ്രാമിലൂടെ കേരളത്തിന് പരിചിതനാകുന്നത്. അതിനു മുമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം കുറെ നാളുകളെ അദ്ദേഹത്തെ കാണാതെയായിരുന്നു. അദ്ദേഹത്തെ മലയാളികൾ അധികം കണ്ടിട്ടില്ല. പക്ഷെ അന്ന് അദ്ദേഹം പിന്നീട് ഇടക്കാലത്ത് വലിയൊരു മദ്യപാനിയായി മാറി. ജീവിതം തകർന്ന് തരിപ്പണമായി പോയി. അടുത്ത കാലത്ത് വീണ്ടും അദ്ദേഹം പല പ്രോഗ്രാമുകളിലൂടെയും തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ജീവിതത്തിന്റെ തകർച്ചയെക്കുറിച്ച്. പണ്ട് അദ്ദേഹം പറഞ്ഞൊരു, ഞാൻ ദൈവവിശ്വാസിയല്ല, ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നില്ല എന്നാണ്. ഇന്നും അദ്ദേഹം ഒരു ദൈവവിശ്വാസിയൊന്നും ആണെന്ന് പറയാനൊക്കില്ല. പക്ഷെ അദ്ദേഹം പിന്നീട് തകർച്ചയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ തോൽവി എന്നെ കണ്ടവർ കണ്ടാൽ അറിയാതായി. ഞാൻ 24 മണിക്കൂർ മദ്യപാനിയായി. എന്റെ നേട്ടത്തിന് മുൻപിൽ ഒരു അദൃശ്യമായ ഈശ്വരനുണ്ടെന്ന് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ജീവിതത്തിൽ എത്ര വലിയ മനുഷ്യരും ചില നേരങ്ങളിൽ ഇങ്ങനെയാണ്, ദൈവത്തെ മറന്നുപോകും. എന്റെ നേട്ടങ്ങൾക്ക് പിൻപിൽ ദൈവത്തെ ഏറ്റു പറയുമോ? ഒരു ചോദ്യമാണ്. നിന്റെ വലശൂന്യമായി കിടക്കുമ്പോഴും ദൈവത്തെ ഏറ്റു പറയുമോ? കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ അങ്ങേ വേൾഡ് കപ്പിൽ ബ്രസീൽ തോറ്റുപോയി, വലിയ മാർജിനിൽ ഫൈനലിൽ. അങ്ങ് ബ്രസീലിലെ ആ സ്റ്റേഡിയത്തിൽ ബ്രസീൽ തോറ്റപ്പോ നിരാശ കാട് കയറിയിട്ട് ഗാലറിയിൽ ഇരുന്ന് ഒരുപാട് പേര് ആകാശത്തേക്ക് വെടിവെച്ചു, ദൈവത്തെ വെടിവെച്ച. സഹോദരങ്ങളെ, ദൈവം ആരാ? നിന്റെ തോൽവികളുടെ മധ്യേ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക. പണ്ട് ഒരു സുപ്രീം കോടതി ജഡ്ജി, അദ്ദേഹം നിരീശ്വരനായ ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനാണ്.
അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ അദ്ദേഹം ചുവരിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചിരുന്നു, ഗോഡ് ഈസ് നോ വെയർ. ദൈവം എവിടെയും ഇല്ല. മനസ്സിലായില്ലേ? ഗോഡ് ഈസ് നോ വെയർ. കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഗോഡ് ഈസ് നോ. ആ മുറിയിൽ വരുന്നവർക്കൊക്കെ മനസ്സിലായി ഇദ്ദേഹം ഈശ്വരനില്ലാത്തൊരു മനുഷ്യനാണ്. ഒരുപാട് കാലം കഴിഞ്ഞു. ദൈവമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ അദ്ദേഹമൊക്കെ കടന്നുപോയിട്ട് ജീവിതത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില വീണ്ടും വിചാരങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം പ്രായമായ കാലത്ത് അദ്ദേഹത്തിന്റെ പഴയ മുറിയിൽ തന്നെ ആ കസേരയിൽ ഇരിക്കുമ്പോൾ അപ്പോഴും ചുവരിൽ ആ എഴുത്തുണ്ട്, ഗോഡ് ഈസ് നോ വെയർ. അദ്ദേഹത്തിന്റെ മടിയില് 3-4 വയസ്സുള്ള അദ്ദേഹത്തിന്റെ പേരക്കുട്ടി വന്നിരുന്ന് കളിക്കുകയാണ്. അപ്പൊ ആ കുട്ടി ഈ ഭിത്തിയിൽ എഴുതിയിരുന്നത് കൊത്തിക്കൊതച്ച് വായിക്കുകയാണ്. ആ കുഞ്ഞു വായിക്കുകയാണ്, ഗോഡ് GOD, ഗോഡ് ഈസ്. 2 വാക്ക് വായിച്ചു. 3-ാമത്തെ വാക്ക് കുഞ്ഞു വായിച്ചത് നോ എന്നല്ല, ആ 4-ാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം കൂടെ ചേർത്താ വായിച്ചത്. എന്തെന്ന് പറയാം? ആർക്കെങ്കിലും പറയാം? എന്താ? നോ. യെസ്. 3-ാമത്തെ വാക്ക് നോ എന്നായിരുന്നു. പക്ഷെ കുഞ്ഞു വായിച്ചപ്പോ ആ W കൂടെ ചേർത്ത് വായിച്ചു, നോ. അപ്പം ബാക്കി പിന്നെ ഹിയർ. W ഇല്ലാത്ത 4-ാമത്തെ വാക്ക് എന്താ? അതോ അതിന്റെ അർത്ഥം എന്താ? ഗോഡ് ഈസ് നോ വെയർ എന്ന് എഴുതി വെച്ചിരുന്നു ആ വലിയ ബുദ്ധിശാലി, ആ വലിയ സിവിൽ കോഡുകളും ക്രിമിനൽ കോഡുകളും പരിചയമുള്ള രാജ്യതന്ത്രജ്ഞ ന്യായ അധിപൻ. പക്ഷേ ഈ പിഞ്ചു കുഞ്ഞ് വായിച്ചു ഗോഡ് ഈസ് നോ വെയർ എന്നുള്ളത് ഇങ്ങനെ വായിച്ചു, ഗോഡ് ഈസ് നൗ. ദൈവം നാം അറിയാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഇപ്പൊ പോലും പൊതിയുന്നുണ്ട്. ആ മനുഷ്യന് വീണ്ടും വിചാരം ഉണ്ടായി എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയാൻ പാടില്ല. സഹോദരങ്ങളെ, 2 ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. നമ്മളെ കുറിച്ചാണ്. ശൂന്യമായി കിടക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ വലയെ കുറിച്ചാണ്. കാലിയായി കിടക്കുന്ന നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ്. എന്തുകൊണ്ട് ഈ വല ശൂന്യമാണ്? 1-ാമത്തെ ഉത്തരം, കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങൾ ഫലശൂന്യം. 2-ാമത്തെ ഉത്തരം, ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് മടങ്ങിയാൽ ഫലം ശൂന്യം. ചില കലപ്പ വെട്ടി കീറിയേ മതിയാവുള്ളൂ. ആ മൂലയ്ക്ക് ആ വല കടന്നുകൂടാ. 2 ജീവികളെ മറക്കല്ലേ. ആടായി മെനഞ്ഞാന്ന് തുടങ്ങി ഇടയ്ക്ക് ആവല്ലേ. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് 2 ഉത്തരം. എന്നിട്ടും ഈ രാത്രി എന്തിന് ഈ പടകിൽ തുടർന്നു? അതിനും 2 ഉത്തരമുണ്ട് അല്ലേ? ഇരുളാർന്ന രാത്രിക്കപ്പുറം ഒരു പുലരിയുടെ ശോഭയുണ്ട്. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. 2-ാമത്തെ ഉത്തരം, നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പൊതിയുന്നുണ്ട്. യേശു ആണെന്ന് അവർ അറിഞ്ഞില്ല. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ഈ കൊച്ചുവാക്യം നമ്മുടെ ജീവിതത്തോട് ഇന്ന് രാത്രി നേരെ സംസാരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മുടെ ഈ വചനം നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ജീവിതം എന്ന് പറയുന്നത് 3 പദങ്ങളാണ്. 1 അനന്യത, 2 അമൂല്യത, 3 ഔദാര്യം. ഒടേതമ്പുരാൻ നമുക്ക് തന്നത് 1 അനന്യത എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറൊന്നില്ല. അതാണ് അനന്യത, യുണീക്ക്നെസ്. ഇതുപോലൊരു ഐറ്റം വേറെ കിട്ടത്തില്ല കേട്ടോ. ഈ അന്റാർട്ടിക്ക വരെയുള്ള ഭൂഖണ്ഡം തപ്പിയാലും ഇതുപോലൊരെണ്ണത്തിന് കിട്ടുകയല്ല. ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അതാണ് അനന്യത. 2 അമൂല്യത. ജീവിതം ഇത്രമാത്രം മൂല്യമാണ്. ഉടച്ചു കളയാനുള്ളതല്ല. ഈ പടകിൽ തുടർന്നേ മതിയാകുള്ളൂ. 3-ാമത്തത് ഔദാര്യം. തമ്പുരാന്റെ ബോണസാണ്, തമ്പുരാന്റെ ദാനം. അങ്ങനെ മുന്നോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ക്രിസ്ത്യച്ചനോട്, ഈ ഇടവകയുടെ ചുമതലപ്പെട്ടവരോട്, എന്നെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.